Good morning, sir. Sorry, sir. Hello? Sir. 1 second. Hello? 1 second. Yeah, sir. Hello? 1 second. Hello? Sorry, sir. Hello? Yes? Dasapan here? ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ? ഹലോ? യെസ്? മാനേജിംഗ് ഡയറക്ടർ? ഞാൻ കുറച്ച് ബിസിയാണ്. കുറച്ച് കഴിഞ്ഞ് വിളിക്കൂ. ഓക്കെ? ഹലോ? യെസ്? ദാസപ്പൻ? അതെ, മാനേജിംഗ് ഡയറക്ടർ തന്നെ. അതെ. ഓരോന്നൊക്കെ കിനാവ് കണ്ട് ബാക്കിയുള്ളവന്റെ മുതുകത്ത് വന്ന് കയറരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ടേ. അളയാ സുപ്രോ, ഞാൻ റിവോൾവിംഗ് ചെയറിൽ ഇരിക്കാം. അവന്റെ റിവോൾവിംഗ് ചെയർ ഞാൻ. അപ്പനെ ദാസപ്പാ, ഇന്ന് ഏത് കമ്പനിയുടെ മണ്ടയിലിരിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്? കപ്പൽ കമ്പനിയുടെ കാർന്നവരായിട്ടോ അതോ സിമന്റ് കമ്പനിയുടെ മൂപ്പിൽസ് ആയിട്ടോ? ചെറിയ പണി വല്ലതും എടുത്ത് പട്ടിണിയും പരിവട്ടമായിട്ട് ഒതുങ്ങി ജീവിക്കാൻ നോക്ക് ദാസപ്പാ. ചെറിയ പണിയായാലും ശരി, വലിയ പണിയായാലും ശരി, വാടക എനിക്ക് ഇപ്പൊ കിട്ടണം. മാസം 4 ആയല്ലോ പൊറുതി തുടങ്ങിയിട്ട്. ഒരു ചില്ലി കാശ് തന്നിട്ടുണ്ടോ രണ്ടാളും? നീ കൊടുത്തില്ലായിരുന്നേ? അല്ല, അത് അയ്യോ അമ്മച്ചി അല്ലറ ചില്ലറയായിട്ട് തരുന്നതൊക്കെ അലവലായത്തരല്ലേ.
എല്ലാം കൂടെ വലിയൊരു എമൗണ്ട് തുക. അപ്പൊ ടോട്ടലായിട്ട് അമ്മച്ചിക്ക് തരാന്ന് വെച്ചിരിക്കുക. ഒരു കാര്യം ചെയ്, ചെക്കായിട്ട് വന്നേക്കാം. എന്ത്? അല്ല, ഈ ചെക്കേ ഞങ്ങൾ രണ്ടാളും കൂടെ ഒപ്പിട്ട്. രണ്ടാളും കൂടി ഒപ്പിക്കേ? അയ്യോ, ഒപ്പിക്കലല്ല അമ്മച്ചി, ഒപ്പ്. വലിയ വലിയ കമ്പനിയുടെ ഒക്കെ ചെക്കിൽ രണ്ടുപേരും ഒപ്പിടൂലേ? ഈ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഒക്കെ ഒപ്പിട്ട്. അതുപോലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒപ്പിട്ട് അമ്മച്ചിക്ക് കറക്ക് കമ്പനി കൊണ്ട് ഇറങ്ങിയിരിക്കുന്ന രണ്ടാളും ചെക്ക് ചിന്തി പട്ടിക്കിട്ട് കൊടുക്ക്. എനിക്ക് കാശ് കിട്ടണം. തീയതി 9. 4 മാസത്തെ കുടിശ്ശിയും ചേർത്ത് രൂപ 625 ഇപ്പൊ കിട്ടണം. ഇപ്പൊ കിട്ടണം? ഇപ്പൊ കിട്ടണം. ഇപ്പൊ തന്നെ കിട്ടണം? ഇന്ന് കിട്ടണം. തന്നെ വേണോ? വേണം. അമ്മച്ചി പാല് ദേ വരുന്നു പറയാടി. അപ്പോഴേ മോന്തി കറക്കളതിന് മുമ്പ് വാടക കാശ് തന്നിട്ടില്ലെങ്കിൽ രണ്ടാളിന്ന് കടത്തുന്നതിലായിരിക്കും ഉറക്കം. ഈ പൊട്ടിക്കളവിക്ക് വാടക കിട്ടിട്ട് എന്തിനാണ് ചെവി നന്നാക്കാനാ? ഇന്ത്യ മഹാരാജ്യത്തിലെ 80 കോടി തലകളിൽ 2 തലകളുടെ, ഒരു മരത്തലയുടെയും ഒരു ഫൈൻ തലയുടെയും പ്രശ്ന സങ്കുലിതമായ ഒരു ദിവസം ആരംഭിക്കുകയായി. ആദ്യത്തെ പ്രശ്നം വാടക അല്ല, ചായ. ആന്റണി ചായന്റെ കത്തൊക്കെ ഉണ്ടോ അമ്മച്ചി? ആന്റണി ചായന്റെ കത്തൊക്കെ ഉണ്ടോ അമ്മച്ചി? ഇല്ല, ആഴ്ച ഒന്നാവുന്നു കത്ത് വന്നിട്ട്. പിന്നെ എന്നും കത്തെഴുതാൻ പറ്റുമോ? ഇച്ചായനവിടെ എന്തെല്ലാം പണിയാ, വലിയ നിലയിലല്ലയോ? നിലയും വിലയൊക്കെ ഉണ്ടായിട്ട് എന്താ ദാസപ്പ, ഓരോ ദിവസം കടലാസ് വായിക്കുമ്പോ നെഞ്ച് കത്തിപ്പോവല്ലേ. പേപ്പട്ടിയെ കൊല്ലണ പോലല്ലേ വഴി പോണ മനുഷ്യരെ വെടിവെച്ച് കൊല്ലണത്. പിന്നല്ലേ. ഞാൻ എഴുതാൻ പോവാ. എന്റെ മോന്, നീ ഇങ്ങ് പോര്. അവന് പഠിപ്പുണ്ടല്ലോ, ഇവിടെയും കിട്ടും അവന് നല്ല ജോലി. പിന്നെ കിട്ടാതെ ആ, ഇങ്ങ് പോരാൻ പറയണം. പിന്നെ നമുക്ക് ശരിയാക്കി കൊടുക്കാം. ആ. അമ്മച്ചി, തേയില ഉണ്ടോ കുറച്ചെടുക്കാൻ? നോക്കിയപ്പോ ഞങ്ങളുടെ തേയില മുഴുവൻ ഉറുമ്പരിച്ചിരിക്കുന്നു. അയ്യോ, തേയില ഉറുമ്പരിക്കേ തന്നെ അമ്മച്ചി. ഓ, ഈ അമ്മച്ചിയുടെ വീട്ടിൽ എന്തെല്ലാം അത്ഭുതങ്ങളാ നടക്കുന്നത്. പുണ്യമുള്ള വീടാണേ. ആണാണേ, അതുകൊണ്ടല്ലേ പാവികള് വിട്ടുപോവാത്തത്. എടി തങ്കി, ഇത്തിരി തേയില എടുത്തോടേ. തേയിലയുടെ കാര്യം അങ്ങനെ. പഞ്ചസാരയുടെ കാര്യവും. അപ്പൊ പിന്നെ പാലിന്റെ കാര്യവും. നമ്മുടെ അമ്മച്ചി ഒരു സ്നേഹമുള്ള അമ്മച്ചിയാണ് അല്ലേ ദാസപ്പ? കുറെ ദിവസമായിട്ട് പറയണമെന്ന് വിചാരിക്കുന്നു. അമ്മച്ചിക്ക് ഈയിടെയായിട്ട് പഴയ ഒരു ഇതില്ല. എനിക്കും തോന്നി സുപ്രു, കൊറേ ദിവസമായിട്ട് എനിക്ക് വല്ലാത്ത ക്ഷീണം. ഡോക്ടർ ആരെങ്കിലും ഉടനെ കാണിക്കുന്ന മോൻ എഴുതിയിരിക്കുന്നത്. അമ്മച്ചിക്ക് ഈയിടെയായിട്ട് ഒരു ദാഹക്കൂടുതലുണ്ടോ? ഉണ്ട്. ഓഹോ, ഇടയ്ക്കിടെ ഉറക്കം തൂങ്ങാറുണ്ടോ? എപ്പോഴും എനിക്ക് കിടന്നാ മതി. അയ്യോ അമ്മച്ചി, ഇത് നിസ്സാര കേസ്. ഇതിന് മരുന്നും വേണ്ട, മന്ത്രവും വേണ്ട. ഞാൻ പറയാ, ഇതേ പഞ്ചസാരയുടെ അസുഖ, ഷുഗർ. ദേ, ഇനി തുള്ളി മധുരവങ്ങാൻ അമ്മച്ചി കഴിച്ചു എന്ന് ഞാൻ അറിഞ്ഞാ എന്റെ കുണം മാറും, പറഞ്ഞേക്കാം. അപ്പൊ ഇതിന് മരുന്നൊന്നും കഴിക്കണ്ടേ? വേണ്ടെന്ന്. ഒറ്റ കാര്യം, പഞ്ചാര തൊടരുത്. തൊടരുതെന്ന് തന്നെയല്ല, പഞ്ചസാരയുടെ മണം പോലും അടിക്കാൻ പാടില്ല. കുഴപ്പമാ. അമ്മച്ചി, ഇവിടെ ഉള്ള പഞ്ചസാരയൊക്കെ പൊതിഞ്ഞിങ്ങോട്ട് എടുത്തേ, കൊണ്ട് കളയട്ടെ. എന്നാടാ കൊണ്ടാടി. എന്നാ ഇനി ഇതിനായിട്ട് മറ്റോന്റെ ഉള്ളകാല് തയ്യണ്ട. വേണ്ട. ജീവിക്കാൻ പഠിച്ച പോക്കിരികള്. പിന്നെന്താ, എനിക്കൊരു തുണയായി. വാടക തരുന്നെങ്കിൽ തരട്ടെ. മേടിച്ചിട്ട് 1 കൊല്ലം ആയുള്ളൂ, അപ്പോഴേക്കും പേസ്റ്റ് തീർന്നു.
ഡേയ്, നിന്നെ പറ്റി ഒരു ന്യൂസ് ഉണ്ടല്ലോ. എന്തോന്ന്? കുരങ്ങന്റെ ജീവൻ രക്ഷിക്കുക. നവവരനായി ചമഞ്ഞ് ആഭരണങ്ങൾ തട്ടി. ആ, നിന്റെ വിശേഷം ഉണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെ പത്രക്കാരറിഞ്ഞതേ? ഡേ, നീ അത് തീർത്തേക്കരുത്. കുറച്ച് എനിക്ക് മെച്ചം. എന്തോന്ന് പേസ്റ്റാ? എന്തിന്? സ്റ്റാമ്പ് ഒട്ടിക്കാൻ. സാമി കുളിക്കാൻ പോന്നു. എന്താ വിശേഷം? മരിച്ചുപോയ നിന്റെ ഗ്രാൻഡ് ഫാദർ ഇല്ലേ, പുള്ളിയുടെ ചരട് കെട്ട്. പോടാ അവിടെ. പതുക്കെ തോർത്തടേ, ഉള്ളതോടെ പോ. ഉത്തരവ്. സംഗി, അമ്മച്ചിക്ക് എന്താ കാലത്ത് ഇഡലിയോ ദോശയോ? പുട്ടും കടലേ. ഓ, അല്ലേലും അമ്മച്ചിക്ക് അറിയാം എനിക്ക് പുട്ടും കടലയും ഭയങ്കര ഇഷ്ടമാണെന്ന്. ആൻഡ് വി ആർ യൂസിംഗ് വെരി ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ്. ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല ഗുണമേന്മയുള്ള ഉരുപ്പടി. ആസ് ഫോർ ഡ്യൂറബിലിറ്റി, പിന്നെ നീണ്ടു നിൽക്കുന്ന കാര്യത്തിൽ നോ അതർ പ്രൊഡക്ട്സ്, മറ്റൊരു ഉൽപ്പന്നത്തിനും കമ്പീറ്റസ് ഞങ്ങൾ അടിക്കാൻ കഴിയില്ല ഇൻ ദ മാർക്കറ്റ്, വിപണി. വരട്ടെ. ഈശ്വര രക്ഷിക്കണേ, ഇതിലെങ്കിലും ഒരു ഗതി പിടിക്കണേ ദൈവമേ. ഹായ്, സ്റ്റൈലായിരിക്കുന്നല്ലോ. രാവിലെ എങ്ങോട്ടാ? ഞാൻ പറഞ്ഞിരുന്നില്ലേ നിന്നോട്, ഇന്നു മുതൽ തുടങ്ങുകയാണ് പുതിയ പരിപാടിയെന്ന്. സെയിൽസ് പ്രൊമോട്ടർ ഓഫ് സോന പുഷ് കമ്പനി ലിമിറ്റഡ്, വി ആർ സുബ്രഹ്മണ്യൻ, BSc. മഹാഭാവി, ഇതെന്റെ ഷർട്ടല്ലോ. എക്സാക്ട്ലി, പരമാർത്ഥം. ആണുങ്ങളിട്ടപ്പോ അതിന്റെ ഐശ്വര്യം വന്നല്ലേ. ഒന്നും പറയണ്ട. അമ്മച്ചി, ഇവൻ ഒന്ന് നേർബുദ്ധി പറഞ്ഞു കൊടുക്ക്. ഞാനിന്ന് നല്ലൊരു ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ നല്ല പാന്റ് ഇടണ്ടേ, പിന്നെ നല്ല ഷർട്ട് ഇടണ്ടേ, നല്ല ടൈ കെട്ടണ്ടേ. ഷർട്ട് കൂടെയാണ് പറഞ്ഞത്. നിനക്ക് എന്താ ഒരു തലവളിവില്ലാത്ത? അല്ല, നിനക്കപ്പൊ ജോലിയൊക്കെ കിട്ടിയ മോനെ? അമ്മച്ചി, ഇത് എന്റെ ഷർട്ടാ. ഞാൻ പിന്നെ എന്തോട്ടുണ്ട് പുറത്തോട്ട് പോകും. ആ തരകമാലയുടെ വീട്ടിൽ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകാൻ വേണ്ടി ഞാൻ അലക്കി തേച്ച് വെച്ചിരുന്ന. നിനക്ക് പഴയ ഷർട്ടായാലും മതിയടേ. ഞാൻ അങ്ങനെയാണോ? 10 മാന്യന്മാരുടെ അടുത്ത് ചെല്ലാനുള്ളതല്ലേ. സുബ്രഹ്മണ്യൻ, BSc, സെയിൽസ് പ്രൊമോട്ടർ ഫ്രം സോന പുഷ്. താങ്ക് യു സർ. സോന പുഷിന്റെ പ്രോഡക്റ്റിന്റെ ഓർഡർ ക്യാൻവാസ് ചെയ്യാൻ വന്നാണ്. ഇത്തരം പ്രോഡക്റ്റുകൾ വെച്ച് ഏറ്റവും സോഫ്റ്റ് ഇതാണ്. ആൻഡ് വി ആർ ഷുവർ ദിസ് ഈസ് വെരി കംഫർട്ടബിൾ. കൂടാതെ ഞങ്ങൾക്ക് തീർച്ചയുണ്ട് ഇത് പരമസുഖം. വി ആർ ഓൾവേസ് യൂസിംഗ് ഫൈൻ ക്വാളിറ്റി മെറ്റീരിയൽ. സോറി, ഞങ്ങൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു നല്ല ഗുണമേന്മയുള്ള ഉരുപ്പടി. ആസ് ഫോർ ഡ്യൂറബിലിറ്റി, നീണ്ടു നിൽക്കുന്ന കാര്യത്തിൽ നോ അതർ പ്രോഡക്ട്സ്, മറ്റൊരു ഉൽപ്പന്നവും കൺബീറ്റസ് ഞങ്ങൾ അടിക്കാൻ പറ്റില്ല ഇൻ ദ മാർക്കറ്റ്, വിപണി. വെരി കംഫർട്ടബിൾ, പരമസുഖം. നിങ്ങളുടെ പ്രോഡക്ട്സ് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഓ സോറി സർ. പെണ്ണുമ്പിള്ളേക്ക് കൊണ്ട് കൊടുക്കണം. സാറിന്റെ പെണ്ണുമ്പോൾ എവിടെയാണ് സർ? യു ഗെറ്റ് ഔട്ട്. താങ്ക് യു സർ. The law of flotation. This is also based on Archimedes' principle. The weight of the floating body is equal to the weight of the liquid displaced by it. The center of gravity of the floating body and center of buoyancy are along a vertical line. You understand? മനസ്സിലായോ? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? നല്ല കണ്ണുകൾ, നല്ല മൂക്കും നെറ്റിയും മുടിയും. ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുമ്പോ സാറിനെ കാണാൻ എന്തു ഭംഗിയാ. കുട്ടി പഠിക്കാനിരിക്കുന്നോ അതോ ദേഷ്യം വരുമ്പോഴാ കൂടുതൽ ഭംഗി. സുനന്ദ ലെസൺസിൽ ശ്രദ്ധിക്കൂ. The weight of the floating body is equal to the weight of the liquid displaced by it. The center of gravity of the floating body. നല്ല കണ്ണുകൾ, നല്ല നെറ്റി, നല്ല മൂക്ക്. ചിരിക്കുമ്പോ എന്ത് ഭംഗി. ദേഷ്യം വരുമ്പോ കൂടുതൽ ഭംഗി. അതുവരെ എത്തി തന്നെടേ. ഇത് മറ്റത് തന്നെ, കാഞ്ഞ പ്രേമം. വെച്ച് വിട്ടോ. നീ എന്തോ നാടായി പറയുന്നത്? തരകം മുതലാളി ആൾ ആരാണെന്നാ നിന്റെ വിചാരം? തന്നെടേ, അത് തന്നെ വിചാരിക്കാനുള്ളത്. നാട് നീളെ പൊരയിടം, തടിമില്ല്, സ്റ്റാർ ഹോട്ടൽ, പോരാത്തനിതാ ട്രാൻസ്പോർട്ടിംഗ് കമ്പനി. മാനേജിംഗ് ഡയറക്ടർ ആവാൻ അളിയന് വേറെ വല്ലയിടത്തും പോണോ? ഇതാണ് പറയുന്നത്. പിടിക്കുന്നെങ്കിൽ എന്തോ ഒരു കൊമ്പുണ്ടല്ലോ, പുളിങ്കൊമ്പ്. ആ അത് തന്നെ, പുളിങ്കൊമ്പ്. പിടിക്കുന്നെങ്കിൽ പുളിങ്കൊമ്പെ തന്നെ പിടിക്കണം. തേങ്ങാക്കൊല. എന്റെ നെഞ്ച് പിടക്കണ പിടച്ചിന് എനിക്കേ അറിയാവൂ. ആലോചിക്കുമ്പോ അടിവയറ്റിന്നാ തീ. ഡെഡ് ബോഡി ഇനി ഏത് കടപ്പുറത്താണോ അടിയുന്നത്? ഡേ, നിന്റെ ഈ മോഷണപ്പണി ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണേ. ഇത് മോഷണമല്ലടാ,
കൊച്ചിലെ ഉള്ളൊരു സ്വഭാവ. എവിടെന്നെങ്കിലും അടി പാഴ്സൽ കിട്ടുമ്പോ മാറിക്കൊള്ളു. കൂടുതലൊന്നും ചിന്തിക്കാനില്ല. നോ തിങ്കിങ്, ഓൺലി ഡൂയിങ്. കഴിച്ചേക്ക്. എന്തോന്നു? കല്യാണം. എടാ എന്നൊക്കെ പറഞ്ഞാ അവളുടെ തന്തയില്ലേ, ആ കാലമാനം കൂടെ സമ്മതിക്കണ്ടേ? സമ്മതിക്കില്ലേ? വേണ്ട. എടാ, രജിസ്റ്റർ കച്ചേരി എന്ന് പറഞ്ഞൊരു കച്ചേരി ഉണ്ട്. അത് തുറന്നു വെച്ചിരിക്കുന്ന ഉപ്പുമുളക് വെക്കാനല്ല, ആണിനും പെണ്ണിനും കൂടെ ഓടിപ്പോയി സംബന്ധം കഴിക്കാനാ. അപ്പോഴും പ്രശ്നം തീരില്ലല്ലോ. കുറെ കഴിയുമ്പം ഒരു കുഞ്ഞൊക്കെ ആവുമ്പം നീ നോക്കിയോ തന്തപ്പടി വാലും മടക്കി വരുന്നത്. എന്തോ എടാ, ഈ പ്രേമം എന്ന് പറയുന്നത് യുദ്ധം പോലെയാ. രണ്ടും സംശയാലുക്കൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. സംശയിക്കാതെ മുന്നേറ് ദാസപ്പാ. പടവെട്ടിച്ചെന്ന് പെണ്ണിനെ പിടിച്ചോണ്ട് വാ. പട്ടരുടെ ഉപദേശം കേട്ട് പടുകുഴി ചെന്ന് വീഴൂ. അല്ല, നീ വാ. മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദി തരകൻസ് മോട്ടോർ സർവീസസ്, ദാസപ്പൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ പേര് നിന്റെ ഒരു പ്രോബ്ലമാ. ദാസപ്പൻ ഒരുമാതിരി. അതിനിപ്പോ എന്തോ ചെയ്യാനാ? പുതിയ പേര്. വെറും ദാസൻ എന്നായാലോ? ഒരു സുഖമില്ലല്ലേ? വി ആർ ദാസ്. ഒരു വെയിറ്റില്ല. വെയിറ്റ് ഇല്ല. ഡി എസ് അപ്പൻ. ഒരുമാതിരി അഴ കൊഴാന്ന്. വീരചന്ദ്രദാസ്. വീരവേന്ദ്രദാസ്. അയ്യടാ, ഇന്ദ്രനായാലും ശരി ചന്ദ്രനായാലും ശരി വിളക്കരിച്ചുള്ള കളി വേണ്ട. കറണ്ട് ബില്ലിന്റെ കാര്യം വല്ല ഉമാരിക്ക് അറിയണോ? പവന് വില ഇടുന്നത് പോലെയാ കാലമാണന്മാര് കറണ്ടിന് തുക എഴുതുന്നത്. നാളെ കാണുമ്പോ അവളോട് എന്തോ പറയും. അപ്പൊ ഇത്രയും നേരം പറഞ്ഞതൊക്കെ എന്താ? നീ ഇങ്ങോട്ട് നോക്കിയേ. ഇനി കേട്ടോ ഡയലോഗ്. സുനന്ദ പറഞ്ഞില്ലേ, നല്ല കണ്ണുകൾ, നെറ്റി. ഇത് ഞാൻ അങ്ങോട്ട് പറയണമെന്ന് കുറെ നാളായി സുപ്ര പറയുന്നു. സുപ്ര പറയുന്നു? അല്ലല്ല, ഞാൻ പറയുന്നു. അല്ല, ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ പേടിച്ചാ പിന്നെ എങ്ങനെ പ്രേമിക്കുക? പേടിയോ? ആർക്ക്? എനിക്കോ? അച്ഛൻ. അച്ഛനോ? ഞാനിപ്പോ ഇവിടെ ശരിയാവത്തില്ല. ഞാൻ പോയിട്ട് പിന്നെ വരാം. അച്ഛൻ എന്റെ ഇഷ്ടത്തിനെതിരായി ഒന്നും പറയില്ലെന്ന്. അത് ശരി. ഇന്നിനി ഞാൻ കോളേജിലേക്കില്ല. നമുക്കൊരു സിനിമയ്ക്ക് പോവാം. സിനിമയോ? ഏത് സിനിമ? ഏതെങ്കിലും ഒരു സിനിമ. സിറ്റിയിലെ എല്ലാ സിനിമയും ഞാൻ കണ്ടതാ. ഇങ്ങനൊരാൾ. അത് പിന്നെ എന്റെ കൂട്ടുകാരികളെ അവരുടെ ബോയ് ഫ്രണ്ട്സ് എവിടെയൊക്കെയാ കൊണ്ടുവന്നറിയാമോ? എന്തൊക്കെ തമാശകളാ പറയാ. നാളെ ചില തമാശകൾ കുറച്ചൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത. വേണ്ട, ബുദ്ധിമുട്ടണ്ട. കുറച്ചുകൂടെ ഒന്ന് ചേർന്ന് നടന്നാലെങ്കിലും മതിയായിരുന്നു. ചേർന്ന് നടന്നാൽ ആളുകൾ വിചാരിക്കില്ലേ നമ്മൾ തമ്മിൽ പ്രേമമോ മറ്റോ ആണെന്ന്? അപ്പോ അല്ലേ? അതെ. എന്നാലും കുട്ടിയുടെ അച്ഛനോടൊന്ന് ചോദിക്കാതെ. അച്ഛനോട് ചോദിക്കാനോ? പ്രേമിക്കാൻ പെർമിഷനോ? അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ വരൂന്ന് വിളിച്ചറിയിച്ചിരുന്നു. ഇരിക്കൂ. വാ, നിന്നെ കാണാൻ വരൂന്ന് പറഞ്ഞ ആളെത്തിയിട്ടുണ്ട്. സുന്ദരനാ. എത്ര നാളായി ജോലി ഇട്ടിട്ട്? ഒരു 4 years. താമസമൊക്കെ ഇവിടെ അടുത്തൊരു ചെറിയ അല്ലല്ല YMCA ലാണ്. മാരേജ് കഴിഞ്ഞ് എവിടെ സെറ്റിൽ ചെയ്യും? മാരേജ് ഞങ്ങൾക്ക് ക്വാർട്ടേഴ്സ് ഉണ്ട്. ഞാൻ സിംഗിൾ ആയതുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെ. ചായ വേണ്ടായിരുന്നു. മുപ്പത്തെട്ടാണല്ലേ മെഷർമെന്റ്? 38 മതി. എന്താ പറഞ്ഞത്?
ഇറങ്ങും. വേറെ ഒന്നും കിട്ടിയില്ലേ കൊണ്ടുവരാൻ? പോയിടത്തൊക്കെ അലമ്പായി. ഒടുവിൽ തല്ലും കെട്ടി. ഛേ, ഈ മുലക്കച്ച വെക്കുന്ന ഏർപ്പാട് എന്നെ കൊണ്ട് പറ്റില്ല ദാസപ്പ. എന്ന് പറയുമ്പോ നാളെ തൊട്ട് എങ്ങനെയാന്ന പ്രശ്നമുണ്ട്. മകൻ ആയിരങ്ങൾ എണ്ണി വാങ്ങിക്കുന്ന ആഫീസറാണെന്ന് അപ്പന്റെ വിചാരം. എത്ര നാൾ നീ ഇങ്ങനെ കള്ളം പറഞ്ഞ് പറ്റിച്ചു നിൽക്കും? കള്ളം പറയാതെ എന്ത് ചെയ്യും? സംഭവിച്ച കാര്യം പറഞ്ഞ അന്ന് എന്റെ കുടുംബം തകർന്നു പോകും ദാസപ്പ. വീട് പണയപ്പെടുത്തിയ ഉദ്യോഗത്തിനായി അപ്പൻ 15,000 രൂപ ഉണ്ടാക്കി തന്നു. അമ്പലത്തിലെ ചെറിയ പണിയിൽ നിന്ന് റിട്ടയർ ചെയ്ത അപ്പൻ, കെട്ടിക്കയറാൻ 2 പെങ്ങന്മാര്. ഇതൊക്കെ ആലോചിച്ചപ്പോ കൈക്കൂലി കൊടുത്താലും വേണ്ടൂല, ഒരു ജോലി ശരിയാവട്ടെ എന്ന് വിചാരിച്ചതാ. ഒടുവിൽ പണി കിട്ടിയതുമില്ല, പണം വാങ്ങിച്ചോ മുങ്ങുകയും ചെയ്തു. ഈ നിലയിൽ ഞാൻ എങ്ങനെ നാട്ടിലേക്ക് തിരിച്ചില്ല ദാസപ്പ? ഫാക്ടറി ഇതാ അവിടെ, ഇപ്പുറത്ത് ഓഫീസ് ബിൽഡിംഗ്, 4 സ്റ്റോറി ബിൽഡിംഗ് ആണ് കേട്ടോ. താഴെ റിസപ്ഷനും റിക്രിയേഷൻ ഹാളും, ലൈബ്രറിയും ക്യാൻറ്റീനും 2ാം നിലയിലാണ്. അഡ്മിനിസ്ട്രേറ്റീവ് വിംഗ് 3ാമത്തെ നിലയിൽ, AC കോൺഫറൻസ് ഹാൾ. സുബ്രഹ്മണ്യൻ താമസിക്കുന്നത് സുബ്രഹ്മണ്യൻ താമസിക്കുന്നത് ഔട്ടുണ്ട്. ഓ, ആരാ? അച്ഛനാ. മോനെ സുബ്രഹ്മണ്യം, അപ്പാ നിനക്കിന്ന് ആപ്പീസിൽ പോണ്ടേ? നല്ല സുഖമല്ലപ്പാ. പനിയല്ലപ്പാ, തലയ്ക്കൊരു വല്ലാതെ. വെള്ളം പിടിക്കാഞ്ഞിട്ടാവും, പൈപ്പ് വെള്ളമല്ലേ? നിനക്ക് ക്വാർട്ടേഴ്സ് കിട്ടിയില്ലേ? ഇത് നിന്റെ അമ്മ തന്നയച്ചതാ. എന്താ നീ വീട്ടിലേക്ക് വരാത്തത്? കത്തയക്കാൻ പോലും സമയമില്ലാതായോ നിനക്ക്? വീട്ടിലെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ. മൂത്തവൾക്കൊരാലോചന വന്നു, ഇലക്ട്രിസിറ്റി ബോർഡിലെ പ്യൂൺ. അവൾക്കത് ഇഷ്ടായില്ല. അല്ല, ഇനിയിപ്പോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ തന്നെ ഞാനെന്ത് ചെയ്യാനാ? ആകെയുള്ളത് പണയപ്പെടുത്തിയല്ലേ ഈ ജോലി ഉണ്ടാക്കാൻ നിനക്ക് തന്നത്. എന്തേ, ഒന്നും പറയാനില്ലേ? നിങ്ങൾ ഇവന്റെ അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് പറയാ. ഇതൊരു ശരിയായ പോക്കല്ല. വേറൊരുത്തരും കൂടി ഇന്റെ മുറിയില് വാടക തന്നിട്ട് 5 മാസായി. പക്ഷെ അതുകൊണ്ട് പറയുന്നതല്ല, ശരിയായ വേലയും കൂലി ഇല്ലാതെ എത്ര കാലം എന്ന് വെച്ചാ ഇങ്ങനെ തെണ്ടി തിരിയ. ഇവന് പറയാൻ വിഷമം കാണും. ഞാൻ പറയാം, നിങ്ങൾ ഇവനെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് നല്ലത്. ഇവിടെ കിടന്ന് ഗതി പിടിക്കുമെന്നൊരു തോന്നൽ എനിക്കില്ല. എന്താ തള്ള പറഞ്ഞിട്ട് പോയത്? ശരിയാണപ്പാ, ആ ജോലി ശരിയായില്ല. കാശ് വാങ്ങിയ അയാൾ നമ്മളെ കബളിപ്പിച്ചതാ. ഇതൊക്കെ വീട്ടിലറിയിക്കാന്ന് വെച്ചാ മതി. കൈക്കൂലി കൊടുത്തിട്ടാണേലും നിനക്കൊരു ജോലി കിട്ടിയല്ലോ, കുടുംബം രക്ഷപ്പെട്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എല്ലാം തകർന്നല്ലോ ഭഗവാനെ. അപ്പാ, ഇതൊക്കെയാണ് സ്ഥിതിയെങ്കിൽ
നീ എന്തിനോടെ നിൽക്കുന്നു? നാട്ടിലേക്ക് പോവാം. നാട്ടിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യാനപ്പാ? ഇല്ല, ഞാൻ വരുന്നില്ല. ഒരു ജോലി ശരിയായിട്ട് ഞാൻ ഇനി അങ്ങോട്ടുള്ളൂ. അപ്പാ, ബസ്സിനുള്ള കാശ് അങ്ങ് എത്താനുള്ള ചില്ലറ കൂടി കഷ്ടിച്ച് പോക്കറ്റിലുണ്ടാവും. എനിക്കിപ്പോ ഒറ്റ വിഷമമേ ഉള്ളൂ. ഒരു ചായക്കുള്ള കാശ് നിനക്ക് തരാൻ എന്റെ കയ്യിലില്ലല്ലോ ഒന്ന്. അപ്പാ, അപ്പൻ ഇതൊക്കെ വീട്ടിൽ പറയുമ്പോ അമ്മയുടെ പെങ്ങന്മാരുടെ ഒക്കെ ഒരു വിഷമം ആലോചിക്കുമ്പോഴാ എനിക്കിനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ദാസപ്പ. എന്തെങ്കിലും ഒരു പണി കൂടിയേ പറ്റൂ. മാസം ഒരു 500 രൂപയെങ്കിലും വീട്ടിൽ അയച്ചു കൊടുക്കാൻ പറ്റിയൊരു പണി. നീ വെക്കോ. കരണ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ദാസപ്പൻ. ഓ, ദാസപ്പൻ. നീ ഇപ്പൊ എവിടെയാ? ഞാൻ എവിടെ പോവാനാ? നീ ഇപ്പോഴും ഗൾഫിലാ? കണ്ടിട്ട് എത്ര നാളായടാ. ലീവിലാ? ആ, ഇവിടെ എവിടെയാ താമസം? ഹോട്ടൽ ഹൊറൈസൺ. ഓ, ഹൊറൈസൺ സ്റ്റാർ ഹോട്ടൽ. ആ, കേറ് കേറ് സുപ്രു, കേറ്. നമ്മുടെ സ്വന്തം ആള് തന്നെ. നിന്നെ ഇന്ന് അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ചെലവ് ചെയ്തേ പറ്റൂ. ആ, വണ്ടി വിട്. അപ്പൊ സ്വാമി വെജിറ്റേറിയൻ അല്ലേ? ഒരു പെഗ് അകത്താക്കും വരെ അവിയലും സാമ്പാറും. അത് കഴിഞ്ഞാ പിന്നെ കോഴി പൊരിച്ചതാണെങ്കിൽ 1, പച്ചക്കാണെങ്കിൽ 2. ഏതായാലും എന്റെ ആൻസർ പേപ്പർ കണ്ടെഴുതിയതിന് ഹെഡ് മാസ്റ്ററുടെ ചൂരൽ കഷായം കുടിച്ച നീ നല്ല നിലയിലായി. ബികോം ഫസ്റ്റ് ക്ലാസിന്റെ ലൈസൻസുമായി ഞാനിതാ തെണ്ടുന്നു. ദാസപ്പൻ ഈ വീട്ടിൽ കയറില്ല എന്ന നിലപാട് ശരിയല്ല. അമ്മയൊക്കെ വയസ്സായിരിക്കല്ലേ? ഉണ്ടല്ലോ മക്കൾ, കൂടിയവന്മാർ. 10 കാശുണ്ടാക്കാതെ ഒരു പൊസിഷനിലാവാതെ ഞാനങ്ങോട്ടില്ല കരണ. അത്രയ്ക്ക് സഹിച്ചു. ഇൻസൾട്ട് ചെയ്തു. ഇൻസൾട്ട്. ഐ ആം ഇൻസൾട്ടഡ്. അതൊക്കെ പോട്ട്. എന്റെ ഇപ്പോഴത്തെ വിഷമം ഇവനാ, ഈ സുപ്രു. ഇവനെ കരുണൻ എന്ന് രക്ഷിച്ചേ പറ്റൂ. ഒരു വിസ. അപ്പൊ ദാസപ്പന്റെ കാര്യം? അവന്റെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ശരിയാക്കിയോ? എങ്ങനെ? അതൊരു നീണ്ട എന്തോന്ന് കഥ? പൈങ്കിളി കഥ. അതാണ് തനി പൈങ്കിളി. തെരുവ് തെണ്ടി രാജകുമാരിയെ പ്രേമിച്ച കഥ. ഓ, അത് ശരി. കൊള്ളാമല്ലോ. ആരാ കക്ഷി? കക്ഷിയുടെ പേര് പറഞ്ഞ ഇപ്പൊ ഈ ഹോട്ടലിൽ കിടുകിടാക്കിടുന്നു. സുപ്രു, നീ ബോറാവുന്നുണ്ട്. ഓ, സാറെന്ത് പറയുന്നു? ഈ സുപ്രുവിനെ രക്ഷിക്കോ? ഏറ്റു. ഷുവർ? ഷുവർ. ഷുവർ. ഏറ്റെന്നേ. സ്വാമി ധൈര്യമായിട്ടിരിക്കും. അയ്യേ, സോറി. ശരി, ഓക്കെ. എല്ലാം ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ആ, പേടിക്കണ്ട, ഞാനിങ്ങ് എത്തിക്കോളാം. ചായ ഉണ്ടോന്ന് കഥ പറഞ്ഞോട്. നീയാണോടാ കണ്ണൻ? അല്ല, ഞാനപ്പൻ, ദാസപ്പൻ. ഞാനും എന്റെ ഫ്രണ്ടാണ് സാർ, സുബ്രഹ്മണ്യം. പിന്നെ എവിടെ കരണൻ? അറിയില്ല സാർ. എവിടാ അവൻ? വേറെ ആരും ഇല്ല സാർ. ഞങ്ങൾ ഒരുമിച്ച് രാത്രിയില് നടക്കാം. എന്താ സാറന്മാരെ പൊതുപ്രവർത്തനം? കള്ളവോട്ടടിയാ മോഷണം? അല്ല, ഇവ ഒരു മോഷണത്തിനാണ് അകത്തായത്. എന്റേത് ഒരു കൊച്ചു ബലാത്സംഗം.
ഇവരിത് എവിടെ പോയി കിടക്കുന്നു? ഇന്നലെ പോയതല്ലേ? ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ കർത്താവേ. കണ്ണി കണ്ടവന്മാരുടെ കൂടെയൊക്കെ അന്തി ഉറങ്ങിയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. പണ്ട് കൂടെ പഠിച്ചിരിക്കും. പക്ഷേ ഇപ്പൊ പണി കള്ളക്കടത്താ. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. അപ്പൊ വരണം. ഇപ്പൊ പോയിക്കോ. എവിടെയായിരുന്നു ഇന്നലെ രണ്ടുപേരും? ഞാൻ ആകെ പേടിച്ചു. വല്ല കടുകൈ ചെയ്തോന്ന് വിചാരിച്ചു. അപ്പൻ ആ നമ്മുടെ ദാസപ്പനെ ആ കള്ളക്കടത്തിനകത്തായ മച്ചി. അയ്യോ, ഇവൻ തനിച്ച് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് സ്റ്റേഷനിൽ ഞാനും കൂടെ കിടന്നു. ഒരുമാതിരി മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ശരിയായ വർത്താനം തന്നെ പറഞ്ഞത്. നീയും കൂടെ ചേർന്നല്ലേ എനിക്ക് വിസ തരാമെന്ന് പുളു അടിച്ചത്. അതാ അകത്തായത്. പിന്നെ എന്നെ പോലെ തറവാട്ടി പറഞ്ഞവരെ കണ്ടപ്പം പോലീസുകാർ വിട്ടു. അയ്യടാ, തറവാടിന്റെ മഹത്വം കണ്ടില്ലേ? മിനാന്ന് തറവാട്ടി തന്നെ കേറി പിറന്നതിന് SI സമ്മാനിച്ചാണ് അമ്മച്ചി. എടാ സുപ്രു, വാടാ തറവാടി. മനസ്സിലായോ? മനസ്സിലായോന്നാ ചോദിച്ചത്. എനിക്കൊന്നും മനസ്സിലാവില്ല. സുനന്ദേ, മറ്റന്നാളാണ് പരീക്ഷ. ഞാൻ പരീക്ഷ ഒന്നും എഴുതുന്നില്ല. സാറിന് എന്താ ഇത്ര പേടി? കുട്ടിയുടെ അച്ഛനില്ലേ തരകം മുതലാളി, അങ്ങനെ എനിക്ക് കുറച്ച് പേടി തന്നെ. അതിന് അച്ഛൻ ഇപ്പോഴും ഇവിടെ ഇല്ലല്ലോ. രാത്രിയിലും അച്ഛൻ കാണില്ല. മമ്മി സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു കിടന്നാ പിന്നെ രാവിലെ ഉണരൂ. എന്തൊക്കെയാ പറയുന്നത്? ഒന്നും മനസ്സിലാവാത്ത പോലെ. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പിറകിലൂടെ വന്നാ മതി. ഞാൻ കാത്തിരിക്കും. വരണം. എടാ പോണം. ഏതിനിത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? അപ്പനെ എനിക്കൂടെ നാണക്കേട് ഉണ്ടാക്കരുത്. എടാ ദാസേ, ഇവിടെയൊക്കെ ആണടാ നമ്മൾ ആണുങ്ങളാണെന്ന് തെളിയിക്കേണ്ടത്. പുറകിലൂടെ എന്നല്ലേ പറഞ്ഞത്? അവള് വാതിൽ തുറന്നിട്ട് കാത്തിരിക്കും. രാത്രി ഒരു 11 മണി കഴിഞ്ഞ് നമ്മൾ പോകുന്നു. പാത്തും പതുങ്ങിയും തരക സദനത്തിന് മുന്നിലെത്തുന്നു. വാ വാ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. മതിൽ ചാടിക്കഴിഞ്ഞ് ചെടിയുടെ മറവ് പറ്റി വേണം പോകാൻ. വാതിൽ കടന്നു കഴിഞ്ഞ് ഒരല്പം നിന്നിട്ടേ കയറാവൂ. ആക്രാന്തം കാണിക്കരുത്. വാ വാ. വാ, അകത്തൊന്ന് കൂട്ടിരിക്കാൻ ആരുമില്ല. വാ, കേറിക്കോ. കേറങ്ങട്. അയ്യോ, എന്തൊരു പൊക്കതിന്. വേണ്ട സുപ്ര, നമുക്ക് തിരിച്ചു പോവാം. എടാ ഇതൊക്കെ എന്തോന്ന് ഇത്ര പേടിക്കാൻ? സാധാരണ എല്ലാരും ചെയ്യുന്നല്ലേ. നിങ്ങൾ പറ. ഇവിടെ ചവിട്ട്. ഇവിടെ തോളത്തി ഒട്ടി കറിക്കോ. ചവിട്ട്. തോളത്തി വിട്. ചവിട്ട്. പിടുത്തം കിട്ടുന്നില്ല. സുപ്രു, നീയും കൂടെ വാടാ. ഞാൻ കൂടെ വരികയല്ല, വന്നിട്ട് നിനക്ക് പോടാണ്. എല്ലാരും എഴുന്നേറ്റ് തന്നു. സുപ്രു, സുപ്രു, ഓടിക്കോ ഓടിക്കോ. പട്ടി കൊലക്കുമ്പോ എന്ത് ചെയ്യണോ നീ പറഞ്ഞില്ലല്ലോ? പട്ടി കൊലക്കുമ്പോ ചെയ്യാനുള്ളതാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഴല്ലേ, ഓടിക്കോ. രക്ഷപ്പെട്ടു. ഭാഗ്യം, ആരും കണ്ടില്ല. പാതിരയായാലും ഇവന്മാർക്ക് ഉറക്കൊന്നുമില്ലല്ലോ. ഈ കളവയ്ക്ക് രാത്രിയൊന്നുമില്ല, പകലൊന്നില്ല.
ആരാ? ആരാ അത്? അമ്മച്ചായിരിക്കും. പണ്ടാറടങ്ങാനായിട്ട് ഈ തള്ള കുറക്കില്ലേ? തലമുറ കളിപ്പാണെന്ന് അറിയില്ല. കണ്ണിനെ വെറുതെ വെച്ചേക്കരുത്. കൊത്തി കൊത്തി മുറത്തേക്ക് കുത്തു അല്ലടാ. അയ്യോ, എന്റെ മക്കളെ തല്ലി കൊല്ലുന്നേ. നേരം വെളുക്കുമ്പോ കൈവിട്ടില്ലെങ്കിൽ അയ്യോ, എന്റെ മക്കളെ കൊല്ലല്ലേ, എന്റെ മക്കളെ കൊല്ലല്ലേ. നല്ല പറഞ്ഞു കേട്ടല്ലോ. വീട് ഞങ്ങൾ കത്തിക്കും. പറഞ്ഞു കൂടെ ചെറ്റകളോട്, തരകം മോലാലോട് കളിച്ചവരുടെ കഥ വരുന്നടാ. കാലമാടന്മാര് പറഞ്ഞതുപോലെ ചെയ്യും. ഞാനിനി എന്ത് ചെയ്യണ്ട ഈശോയെ? അമ്മച്ചി പേടിക്കണ്ട അമ്മച്ചി, ഞങ്ങള് പോവാ. എന്റെ മക്കൾ എവിടെ എങ്ങനെ ജീവിക്കും? അത് ഓർത്ത് അമ്മച്ചിട്ട് നെഞ്ചു കത്തണ മക്കളെ. ഞങ്ങൾ എന്തിനാ അമ്മച്ചി നിൽക്കുന്നത്? അതുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം? ഒറ്റക്കൊമ്പിൽ എന്താ? ഒറ്റക്കൊമ്പിൽ ഇരട്ട? ഒറ്റ കൊമ്പിൽ ഇരട്ട തൂക്കം. അതെ അതെ, അത് തന്നെ. അതായാലോ? ആ കാര്യത്തിൽ നിന്നെ എനിക്ക് അത്ര പോരാ. ഒടുവിൽ ഞാൻ ഇറങ്ങും, നീ ഊരിക്കൊണ്ട് പോവുകയും ചെയ്യും. പിന്നെ ഇതിപ്പോ എങ്ങനെയാ? ഞാൻ പറയാം. നമ്മൾ ഒരു സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുക്കുന്നു. മുകളിലത്തെ നിലയിലെ സ്വീറ്റ് റൂം. രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും 2 ഗ്ലാസ് പാലിൽ സ്ലീപ്പിംഗ് പിൽസ് ഇട്ട് അത് കുടിച്ച് ഫോം ബെഡിൽ സുഖമായിട്ട് കിടന്നുറങ്ങും. സുഖനിദ്ര. രാവിലെ നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ രണ്ടുപേരും കാഞ്ഞിരിക്കും. സ്യൂട്ട് റൂം തന്നെ വേണോ? ഒരു AC റൂം പോരെ? അയ്യടാ, ഹോട്ടലിൽ മുറിയെടുക്കുന്നു. നഞ്ച് വാങ്ങാൻ പോലും കാശില്ലാത്തവൻ. നിന്റെ കൈ കിടക്കുന്ന തല്ലിപ്പള്ളി വാച്ചിഞ്ഞൂര്. വാച്ച് വിട്ടുന്ന ചാവൂ? അതല്ല, നീ ഊര്. ഇത് വിറ്റ എത്ര രൂപ കിട്ടൂടെ? അപ്പാ ദാസപ്പാ, അത് വിട്ടുപിടി. 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയപ്പോ സ്കൂളിൽ നിന്ന് സമ്മാനം കിട്ടിയതാ. ഇത് വിൽക്കാൻ പറ്റൂല. എടാ, നമ്മൾ ചാകാൻ പോവല്ലേ, പിന്നെന്തോന്ന് ഫസ്റ്റ് ക്ലാസ് സമ്മാനം? ഇത് വിറ്റ് കിട്ടുന്ന നക്കാപ്പിച്ചുകൊണ്ട് നല്ലൊരു ശാപ്പാടടിക്കാം. വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും തിന്നിട്ട് ചാകാവിടെ. ചൂണ്ടിയതാണോടാ അവനടുത്ത്? ഇത് കേട്ടാ, ദാ നോക്ക്, വാച്ച് കിട്ടിയ പാട്. അല്ല, മോട്ടിച്ചാണെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ പേരും പറഞ്ഞാൽ ഇങ്ങോട്ട് വരാതിരുന്നാ മതി, അത്രേ ഉള്ളൂ. ആര് വരാനാ? ഞങ്ങള് ചാകാൻ പോവല്ലേ. ആണോ? എന്നാ വേഗം ചെല്ലി, വെയിലുറയ്ക്കും മുമ്പ്. അങ്ങനെ നമ്മുടെ അവസാനത്തെ അത്താഴവും കഴിഞ്ഞു. ചിക്കന് നല്ല ടേസ്റ്റ്. അയ്യോ, എന്താ കാശ് നിന്റെ പോക്കറ്റിൽ വെച്ചോ? നിന്റെ പോക്കറ്റല്ലേ? പൈസ ഞാൻ പോക്കറ്റിലായിരുന്നു ഇട്ടിരുന്നത്. ആരെങ്കിലും പോക്കറ്റ് അടിച്ചാ? നീ നോക്കിയേ. ഞാൻ എവിടെ നോക്കാം? ഞാൻ ഷർട്ടിന്റെ. എന്നിട്ട് എവിടെ പോയി? കാണുന്നില്ലേ? എവിടെ പോയി? ഞാൻ പറയാം. ഇത് യുവമാരുടെ സ്ഥിരം പരിപാടിയാ. 2 ദിവസം മുമ്പ് ഹോട്ടൽ ഉർവശിയിൽ വെച്ചും യുവമാർ ഇതേ കളി കളിച്ചു. കാശ് പോയെന്ന് പറഞ്ഞു. ഞാൻ കണ്ടതാ. ഇവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അയ്യോ, കാശില്ലാതെ വന്ന് വെട്ടി വിഴുങ്ങിയിരിക്കുന്നു. ഈ പെട്ടിയും ബാഗൊക്കെ നിങ്ങളുടേതല്ലേ? അതെ. ഇതിവിടെ വെച്ചേക്ക്. പൈസ കൊണ്ട് വന്നിട്ട് എടുത്തോണ്ട് വയ്ക്കോ. അല്ല, പെട്ടി സർട്ടിഫിക്കറ്റും. എടാ സുപ്രു, ജോസൂട്ടി
ജോസൂട്ടി എത്ര നാളായിടാ കണ്ടിട്ട്? നീ എവിടെയായിരുന്നു? അതൊക്കെ പറയാം, നീ വാ. വാടാ. ഓ, ഐ എം സോറി, ഐ എം ജോസൂട്ടി, സുബ്രഹ്മണ്യന്റെ ക്ലാസ്മേറ്റ്, ഫ്രണ്ട്, സർവന്റ്, സ്റ്റുഡന്റ്, ഡിസൈപ്പിൾ, എവറിത്തിങ്. വാ. ഞാൻ ദാസപ്പൻ. ഓ, ഐ എം സോറി. വാടാ. വാ. പണ്ട് എന്റെ കൂടെ പഠിച്ച ഒരുത്തന്റെ കാറിൽ കയറി പോയി അകത്തായി. ഇതിപ്പോ ശ്ശേ, എടാ ഇത് ജോസൂട്ടി, എന്റെ സ്വന്തം ആള്. നീ ധൈര്യമായിട്ട് വാ. കുഴപ്പമില്ലേ? ഏയ് നീ വാ. വാ. സത്യം പറഞ്ഞ ജോസേ, നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഈ കടലേ ഉള്ളായിരുന്നു ശരണം. കടലല്ലെങ്കിൽ കയർ, അതും അല്ലെങ്കിൽ റെയിൽപാളം. അല്ല ദാസുബ? കടല്, കയറ്, റെയിൽപാളം, പൊടാവിടുന്ന്. നിങ്ങൾക്ക് ഞാനില്ലേ? ഉണ്ടോ? ഉണ്ടെന്നേ. ഭക്ഷണം, പാർപ്പിടം, ഇത് രണ്ടും അല്ലേ ഇപ്പോഴത്തെ പ്രശ്നം? അത് ഞാൻ ഏറ്റു. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴി ആലോചിക്കാന്ന്. വിശ്വസിക്കാമോ? വേണ്ടടാ, വിശ്വസിക്കണ്ട. നീ ഈ കടലിലോട്ടെടുത്ത് ചാടിക്കോ. എത്ര നല്ല ഈവനിങ്. ഐ ഫീൽ വെരി ഹാപ്പി. മനസ്സ് പറന്നു നടക്കുന്ന പോലെ. ഇനിയുള്ള കാലം മുഴുവൻ ഇങ്ങനെ പറന്ന് അങ്ങനെ ഒരു തോന്നൽ. മനുഷ്യന്മാരെന്തിനാണ് വർഷത്തിൽ 365 ദിവസവും ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടി കിടക്കുന്നത്? ഇടയ്ക്കിങ്ങനെ കുറേ ദിവസങ്ങൾ, പഴയ കൂട്ടുകാർ, പഴയ തമാശകൾ, പണ്ടത്തെ വഴികൾ, പണ്ട് പിടിച്ച കോളേജ്. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. VB മേനോൻ, BA BL, അഡ്വക്കേറ്റ്. ഡേ, വക്കീലിനെ കാണാനാണല്ലോ വന്നിരിക്കുന്നത്. ഇനി കേസും വഴക്കുമായിട്ട് നമ്മളൂടെ കുടുങ്ങും. ചേട്ടാ, ഇത്രയൊക്കെ ആയിട്ട് നിന്റെ സംശയം ഇതുവരെ മാറിയില്ലേ? അത് അവന്റെ പഴയ പരിചയക്കാരും വല്ലവരും ആയിരിക്കും. ഞങ്ങൾ അങ്ങോട്ടൊന്ന് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിവേ, ഐ എം എക്സ്ട്രീംലി ഹാപ്പി ടു മീറ്റ് യു. ഇരിക്കൂ. ആ, ഇരിക്കടോ. ജെയിംസ് മാത്യു മരിക്കുമ്പോൾ ഞങ്ങൾ ഫാമിലിയോടെ ഗൾഫിലായിരുന്നു, സണ്ണിലയുടെ കൂടെ. പപ്പ ഇടയ്ക്കിടെ പറയുമായിരുന്നു, അറ്റാക്കിന് 1/2 മണിക്കൂർ മുമ്പ് പോലും പറഞ്ഞു മേനോനങ്ങളുടെ നേരിട്ട് കണ്ട് നന്ദി പറയണമെന്ന്. സത്യത്തിൽ കുഞ്ഞുമോനിപ്പോ വന്നു തന്നെ. ഓ, അതിലൊക്കെ അത്രയ്ക്ക് എന്തിരിക്കുന്നു. പത്മയ്ക്ക് ആളെ മനസ്സിലായോ? നമ്മുടെ ജെയിംസ് മാത്യുവിന്റെ മകൻ ജോസൂട്ടി. ഓ, നമ്മളിന്ന് വീട്ടിൽ. അതെ, ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. ജോസൂട്ടി അന്ന് ബോർഡിങ്ങിലായിരുന്നു. ആ, എസ്റ്റേറ്റും ഫാക്ടറിയും ഒക്കെ നോക്കുന്നത് ജോസൂട്ടി തന്നെയാണല്ലേ? കുഞ്ഞുമോൻ എല്ലാത്തിനോടൊക്കെ പൊരുത്തപ്പെട്ട് വരുന്നേ ഉള്ളൂ. കുഞ്ഞുമോൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണേ. ഞാൻ ചായ എടുത്തോണ്ട് വരാം. ഇവിടെ എന്നെത്തി? ഒരാഴ്ചയായി. ബിസിനസിന്റെ ചില കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നേ. പിന്നെ അങ്കിളിനോടൊരു കാര്യം ചോദിക്കാൻ. പപ്പയെ സംബന്ധിക്കുന്നൊരു കാര്യമാണ്. അങ്കിളിന് മറ്റൊന്നും തോന്നരുത്. പപ്പയുടെ അടുത്ത ആളുകളിൽ ഒരാളായതുകൊണ്ട് ചോദിക്കുക. യു ആർ മോസ്റ്റ് വെൽക്കം. എന്താ കാര്യം ജോസൂട്ടി? പപ്പയുടെ ചെറുപ്പകാലത്തെ കുറിച്ചുള്ളൊരു കാര്യമാണ്. ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ? ചെറുപ്പകാലം എന്ന് പറയുമ്പോ പപ്പയ്ക്ക് എന്റെ പ്രായം ഉണ്ടായിരുന്ന കാലം, വിവാഹത്തിന് മുമ്പിലത്തെ കാലം. ജെയിംസ് മാത്യുവിനെ ഞാൻ പരിചയപ്പെടുന്നത് എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്താണ്. എസ്റ്റേറ്റിന്റെ അതിർത്തി സംബന്ധിച്ച ഒരു ഡിസ്പ്യൂട്ട് വാദിക്കാൻ എന്നെ ഏൽപ്പിച്ചു. അന്ന് ജെയിംസിന് ജോസൂട്ടിയുടെ പ്രായമൊക്കെ കഴിഞ്ഞിരുന്നു. ശരിക്കു പറഞ്ഞാൽ അന്ന് ജോസൂട്ടി ഉണ്ട്, 2 or 3 വയസ്സ് കാണും. പിന്നെയാണ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായത്. അല്ല, പപ്പ എന്റെയൊക്കെ പ്രായത്തിൽ
എസ്റ്റേറ്റ് ബംഗ്ലാവിൽ താമസിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തെ പറ്റി ആ കാലത്തെ റിലേഷനെ പറ്റിയാ. യു മീൻ എ ലവ് അഫെയർ? അതെ അങ്കിൾ. വെരി സോറി മൈ ബോയ്, അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു അന്വേഷണം? ഒരു രസം. വീട്ടിലെന്തെങ്കിലും മിസ്സിസ് ജെയിംസ് മാത്യുവിന് വല്ല സംശയമുണ്ടോ? ഏയ് നോ, അമ്മയ്ക്ക് ഇത് അറിയില്ല. അമ്മയോട് ഇതൊക്കെ ചോദിക്കാൻ പറ്റുമോ? ഞാൻ ഇറങ്ങട്ടെ അങ്കിൾ. ചായ കുടിക്കാതെ? താങ്ക്സ്, വേണ്ട, ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യാ. വീട് കണ്ടുപിടിക്കാനൊന്നും ചുറ്റി. സന്തോഷായി. പപ്പയുടെ നന്ദി. മോനെ, വലിയ ഒരു പാരമ്പര്യത്തിന്റെ കണ്ണിയാണ്. ആ വിചാരം വേണം. സ്വത്ത് മാത്രമല്ല കാര്യം, ആ പരമ്പര, അതിന്റെ തിളക്കം കൂട്ടണം. കൂട്ടും. അച്ഛനേക്കാൾ വലിയ ആളാകണം. വിഷ് യു ഓൾ ദ ബെസ്റ്റ് മൈ സൺ. താങ്ക് യു. താങ്ക് യു അങ്കിൾ. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരെ. ജോസൂട്ടി എന്നല്ലേ പേര്? അല്ലല്ലോ. മിസ്റ്റർ ജെയിംസ് മാത്യുവിന്റെ? ആര്? മിസ്റ്റർ ജെയിംസ് മാത്യു, പ്ലാന്റർ. അറിയില്ല. ഓ, ഞാൻ കരുതി എന്റെ ഫ്രണ്ട് മിസ്റ്റർ ജെയിംസ് മാത്യുവിന്റെ മകനാണെന്ന്. എനിഹൗ, നല്ല ലൈക്ക്നെസ്, അതുകൊണ്ടാ. ഇറ്റ്സ് ഓൾ റൈറ്റ്. അയ്യോ, എനിക്ക് വേണ്ട. എന്തേ, നീ ഇതൊക്കെ നിർത്തിയോ? തൽക്കാലം ഞാനൊരു എന്താ പറയാ, ഞാനൊരു വ്രതത്തില. വ്രതോ? എന്ത് വ്രതം? അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്കിങ്ങനെയൊക്കെ മനസ്സും ശരീരമൊക്കെ ഒന്ന് ശുദ്ധമാവാൻ. എന്നാ ഞങ്ങൾക്കും വേണ്ട അല്ലേ ദാസപ്പ? എന്താ എടാ സുപ്രു, ദാസപ്പ, വി ആർ സെലിബ്രേറ്റിംഗ്. എനിക്കിതില്ലെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ സ്റ്റൈൽ എൻജോയ് ചെയ്യണം. പ്ലീസ് പ്ലീസ്, മൂഡ് ഓഫ് ആവാതറ. ഓക്കെ ഓക്കെ ഓക്കെ. ബൈ ദ ബൈ, നമ്മൾ എന്താണ് ഈ സെലിബ്രേറ്റ് ചെയ്യുന്നത്? എന്താ? ഞാൻ ഈ പുതിയ സൗഹൃദമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഞാൻ എന്റെ ഈ പാതാണി ജീവിതമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഞാൻ കമോൺ, ചിയേഴ്സ്. Cheers. ഇനിയൊരു ഗാനവുമായി ഒരു ഇതുവഴി രാപ്പാടി യാമിനിയാടുന്നു മഞ്ഞിൽ മുഖപടവും ചാർത്തി. താരാഹാരം മാറിൽ തുള്ളി തുള്ളി ഓരോ ചെറുപൂവിലും ആ പദമോന്നിയാടവേ. ഇനിയൊരു ഗാനവുമായി ഒരു ഇതുവഴി രാപ്പാടി യാമിനിയാടുന്നു മഞ്ഞിൽ മുഖപടവും ചാർത്തി.
താളമിതാരുടെ നൂപുരമാലോലം തനനം പാടിച്ചാഞ്ചാടുന്നു. താളമിതാരുടെ നൂപുരമാലോലം തനനം പാടിച്ചാഞ്ചാടുന്നു. കാറ്റിൻ കയ്യിൽ നിന്നും ചോർന്നു നറുമണം, പൂവിൻ ചുണ്ടിൽ നിന്നും ചോർന്നു മധുഗണം. ഇനി നാം ഒത്തു ചേർന്നൊരു പല്ലവി ആലപിച്ചിടാം. ഇനിയൊരു ഗാനവുമായി ഒരു ഇതുവഴി രാപ്പാടി യാമിനിയാടുന്നു മഞ്ഞിൻ മുഖപടവും ചാർത്തി. താരാഹാരം മാറി തുള്ളിത്തുള്ളി ഓരോ ചെറുപൂവിലും ആപ്പതമൂന്നിയാടവേ. ഇനിയൊരു ഗാനവുമായി ഒരു ഇതുവഴി രാപ്പാടി യാമിനിയാടുന്നു മഞ്ഞിൻ മുഖപടവും ചാർത്തി. കാടിൻ കൈകളിലാടുകയാണൊരു പൂക്കാലം, സമയത്തേരിൽ നാം പായുന്നു. കാടിൻ കൈകളിലാടുകയാണൊരു പൂക്കാലം, സമയത്തേരിൽ നാം പായുന്നു. നാം ഇന്നൊത്തുകൂടും പാനോത്സവമിതാ, നാം ഇന്നൊത്തു പാടും ഗാനോത്സവമിതാ. മധുപാത്രത്തിൽ മാദകമുന്തിരി നീർ നിറച്ചിടാം. ഇനിയൊരു ഗാനവുമായി ഒരു ഇതുവഴി രാപ്പാടി യാമിനിയാടുന്നു മഞ്ഞിൻ മുഖപടവും ചാത്തി. താരാഹാരം മാറി തുള്ളിത്തുള്ളി ഓരോ ചെറുപൂവിലും ആപ്പതമൂന്നിയാടവേ. ഇനിയൊരു ഗാനവുമായി ഒരു ഇതുവഴി രാപ്പാടി യാമിനിയാടുന്നു മഞ്ഞിൻ മുഖപടവും ചാർത്തി. അങ്ങനെ ചുറ്റാവുന്നിടത്തൊക്കെ ചുറ്റി, കാണേണ്ടതൊക്കെ കണ്ടു. എന്നാ നാം ഇനി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. എവിടേക്ക്? വഴിയമ്പലത്തിലേക്ക്. വഴിയമ്പലത്തിലേക്ക്? എന്നാ പപ്പ പേരിട്ടിരിക്കുന്നത്. സംഭവം ഞങ്ങളുടെ ഒരു ബംഗ്ലാവാ, ഒരു പാലസ്. എത്ര നിലയാ? ഒരു 5 സ്റ്റോറീഡ് ബിൽഡിംഗ്. അതിന്റെ മുകളിലത്തെ നിലയിലെ എയർ കണ്ടീഷൻ ക്യാബിനിൽ മിസ്റ്റർ ദാസപ്പൻ, പാലസിന്റെ മാനേജിംഗ് ഡയറക്ടർ. എന്റെ പൊന്നു ദാസപ്പ, നിന്റെ ഈ മനക്കോട്ടയുടെ മേസരിപ്പണി ഇനിയെങ്കിലും അല്ല, ഈ കഥയിലെ വില്ലനെ ഒരാൾക്കും പിടിക്കാൻ പറ്റില്ല. ഞാൻ പിടിക്കാൻ പോകുന്നത് നായകനെ തന്നെയാ. നായകൻ പറഞ്ഞു കേട്ടിടത്തോളം തന്റെ ഫാദർ തന്നെയല്ലേ? ഓക്കെ, എന്നാ ഉപനായകനെ. ഉപനായകനോ? അപ്പൊ അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ട്, ഉണ്ടാവണം, ഉണ്ടായി പറ്റൂ. ആ ബന്ധത്തിൽ പപ്പയ്ക്ക് പിറന്ന മകൻ, എന്റെ ജ്യേഷ്ഠൻ. ഈ കക്ഷിയെ കണ്ടുപിടിക്കണം. എന്തിനാ? കൊല്ലാനോ വളർത്താനോ? കണ്ടുപിടിച്ചേ പറ്റൂ. അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം. സഹായിക്കില്ലേ? സഹായിക്കില്ലെന്ന് ചോദിച്ചാൽ സഹായിക്കില്ലെന്ന് ചോദിച്ചാൽ സഹായിക്കും. പക്ഷേ എങ്ങനെയാ? അതൊക്കെ പറയാം അവിടെ ചെന്നിട്ട്. ഇപ്പൊ നമ്മൾ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പോകുന്നു. വളഞ്ഞു പുളഞ്ഞു പോകുന്ന വഴികൾ, അകലെ നീലമലകൾ, അടുത്ത റബ്ബർ കാട്, കാടിന് നടുവിൽ 2 നിലകളിലായി കഥകൾ ഉറങ്ങുന്നൊരു വഴിയമ്പലം. അവിടെ പാന്തരായി നാം എത്തുന്നു. അതായത് പശ്ചാത്തലമാകെ മാറുന്നു. പുതിയ കഥകൾ രംഗത്ത് വരുന്നു, കഥയും മാറുന്നു. അല്ല ദാസപ്പ, ഈ എസ്റ്റേറ്റ് ബംഗ്ലാവ് എന്ന് പറയുമ്പം ജോസിന്റെ ഫാദർ ഇടയ്ക്കിടയ്ക്ക് വന്ന് സുഖിച്ചേച്ച് പോയ കെട്ടിടമാടാ. ഓ, എല്ലാ തരം സുഖത്തിനും പറ്റിയ സ്ഥലം. നല്ല സ്റ്റൈലും ബംഗ്ലാവ്. ഒരു പിള്ളച്ചേട്ടനാണ് ബംഗ്ലാവൊക്കെ നോക്കുന്നത്. പുള്ളിയുടെ താമസം ഒരു പിടിയില്ല. ഞാനിവിടെ അങ്ങനെ വരാറില്ല. കുട്ടിയിലെ 2-3 തവണ വന്നു കാണും. പപ്പ ഇവിടുത്തെ എസ്റ്റേറ്റൊക്കെ വിറ്റിട്ട് വേറെ വാങ്ങി. ബംഗ്ലാവ് മാത്രം വിറ്റില്ല. പപ്പയുടെ കുറെ ഓർമ്മകൾ ഈ ബംഗ്ലാവിലുണ്ട്.
അതുകൊണ്ടാവണം. ഞങ്ങള് പിള്ളച്ചേട്ടൻ എന്ന് പറയുന്ന ആളും ബംഗ്ലാവിന്റെ കാര്യത്തിലാണോ? പറഞ്ഞോളൂ. അത് നിങ്ങളോട് കാര്യമില്ല. പിള്ളച്ചേട്ടൻ എന്ന് പറയുന്ന ആളവിടെ. എന്തോന്ന് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നോ? പള്ളിയിലെ കാര്യം പടച്ചോനോടല്ലാതെ ആരോടാ പറയുന്നത്? എന്തുവാടേ പയ്യൻസ്? അപ്പൊ നിങ്ങൾ പടച്ചോനാ? ഉവ്വ്, ബംഗ്ലാവിന്റെ. എന്താ നമ്മുടെ പേര്? സുബ്രഹ്മണ്യം. ആഹാ, കൊള്ളാം. ഫാസ്റ്റ്. അയ്യോ, ആളറിയാഞ്ഞിട്ടാണേ. ബംഗ്ലാവ് മുതലാളിയുടേതായിരിക്കില്ലേ? ഏതായാലും മുതലാളി തന്നെ കണ്ടത് നന്നായി. ഇനിയിപ്പോ കാര്യസ്ഥനെ കണ്ട കാര്യമില്ലല്ലോ. വേണ്ട. ഞങ്ങള് സിറ്റിന്നാ. വേഷം കണ്ടപ്പോഴേ മനസ്സിലായി. ഒരു 3-4 ദിവസം താമസിക്കാൻ ബംഗ്ലാവ് ഒന്ന് സൗകര്യപ്പെടുമെന്ന് അറിയാനാ. സ്റ്റാർ ബംഗ്ലാവാണ്, ചാർജ് കൂടും. ഒരു 3 സ്റ്റാർ ചാർജ് പോരെ? നോ 5 സ്റ്റാർ ചാർജെങ്കിലും വേണം. ഒക്കെ ശരിയാക്കാം. എന്നാലും ഇത്തിരി കൂടുതലാണേ. എന്നാലും റബ്ബറിന്റെ ചോട്ടി പോയി കിടക്കട്ടെ. അയ്യോ, അങ്ങനെ പറയരുത്. 5 സ്റ്റാർ എങ്കിൽ 5 സ്റ്റാർ. വണ്ടിയുടെ ജംഗ്ഷൻ വരെ ഒന്ന് പോണം. പുറകിലെങ്ങനെ പോയി കയറട്ടെ. വണ്ടി വിടെ. വിട്ടോ. എന്തൊരു ചവിട്ടാണോ ചവിട്ടുന്നത്? ഇതാരാണെന്നറിയാവോ? ജെയിംസ് മാത്യു മുതലാളി എന്ന് കേട്ടിട്ടുണ്ടോ? പണ്ട് സാക്ഷാൽ ജെയിംസ് മാത്യു മുതലാളിയുടെ മോനാണ് ഈ ഇരിക്കുന്നത്. കള്ള കഴിവറാ മോനെ. കൊല്ലക്കടയിലാണോ സൂചിപ്പിക്കുന്നത്? ആരാ നീ? ഞാൻ പിള്ള, ചെറിയ പിള്ള, സോമൻ പിള്ള. വലിയ പിള്ളയുടെ മറ്റേ ബംഗ്ലാവ് നോക്കുന്ന പിള്ളയുടെ അനന്തരവനാ. എവിടാ പിള്ളച്ചേട്ടൻ? കവലയിൽ എവിടെങ്കിലും കാണും. കേറ്. ബാക്കിലോട്ട് കയറാം. അങ്ങോട്ട് ബാക്കി തന്നെ കയറാം. എന്നെ കുടിപ്പിച്ച് കിടത്താമെന്നൊന്നും ഒരുത്തനും വിചാരിക്കണ്ട. പിള്ള കുടിച്ചാ അത് വയറ്റിൽ കിടക്കും, അല്ലാതെ കാലിലേക്കൊന്നും ഇറങ്ങത്തില്ല. ഈ പരിപാവനമായ ഈ ചാരായ ഷാപ്പ് ഇവിടുന്ന് മാറ്റാൻ ഈ സ്കൂൾ അധികൃതര്, പിന്നെ ഈ അമ്പല കമ്മിറ്റിക്കാര്, അവര് ഞാൻ കുട്ടികൾക്ക് വേണേ ചായ കുടിക്കാൻ പറയണ. വേണ്ട, ഇങ്ങോട്ടൊന്ന് വരാൻ. കുടിച്ചെണ്ണേ വയറ്റി കിടക്കട്ടാ. എടോ മൂപ്പിന്നെ, അമ്മാവനൊന്നും ഞാൻ നോക്കൂല. അടി വയറ്റ് ഒരു തൊഴി വെച്ച് തന്നാലുണ്ടല്ലോ റോഡ് നീള കക്കൂസായിരിക്കും. അമ്മാവ എന്റെ കൂടെ വരണം. ധാരാ വന്നിരിക്കാൻ നോക്കിയേ. എന്താണ് നീ പറഞ്ഞത്? റോഡ് നീളം എന്തെങ്കിലും? റോഡിന് ഇപ്പൊ എത്ര നീളം ഉണ്ടെങ്കിൽ എന്താ? ഈ ഞാനില്ലേ അമ്മാവന്റെ കൂടെ? അതല്ലാന്ന് അടിവയറുന്നോ തൊഴിയുന്നോ കണ്ണാടിയൊക്കെ നീ ആരാ? മന്ത്രിയാ? എല്ലാം എനിക്കറിയാട്ടോ. മര്യാദക്ക് നിന്നില്ലെങ്കിൽ അടിവയറ്റി കിടക്കുന്ന പിന്നെ അടിയിലോട്ടാക്കുമെന്ന്. അടിവയറ? ഈ അമ്മാവൻ എപ്പോഴും വയറേന്നൊരു ചിന്തയേ ഉള്ളൂ. ഇതാ നോക്കണം, കൊച്ചുമലയാളിയെ വന്ന് നിൽക്കുന്നേ. മുതലാളിയാ? വന്നേ. എന്റെ മുതലാളി പോയില്ല. വേറെ ആരാ ഇവിടെ മുതലാളി? അതല്ല, ഏതാണ് ഇതില്? കുഞ്ഞുമോനെ. പിള്ളച്ചേട്ടൻ എന്ത് പറ്റി? എന്ത് പറയാനാ? ഇരുന്നിരുന്ന് വല്ലപ്പോഴും ഒന്ന് കുടിക്കും. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട് മുഴുവൻ വിളിച്ചറിയിക്കുകയും ചെയ്യും. അയ്യോ ചെരുപ്പ് അല്ല, ഇതിനകത്ത് ഇത്ര മുറികളും സൗകര്യങ്ങളും ഒക്കെ ഉള്ളപ്പോ ഇവിടെ എന്തിനാ ഇങ്ങനെ ഒരു തുണിക്കുടിൽ വെച്ച് കെട്ടണേ? ഞങ്ങളിവിടെ പുറത്തേക്കൊന്നും വന്നതല്ലോ ഏട്ടാ. ഒരു ചുറ്റിക്കറങ്ങൽ, ഒരു പിക്നിക് മൂഡ്. ഇതൊക്കെ അങ്ങോട്ട് പറയുന്നത് എന്തിനാ? കേറത്തില്ല തലയിൽ. പിന്നൊരു കാര്യം, രാത്രിയിലത്തെ കിടപ്പ് അകത്ത് തന്നെ ആക്കണം. ഊളന്മാരുള്ള സ്ഥല. ഏത് ഊളൻ? ഒന്നും നീ തന്നെ. അമ്മാവാ നീ വന്നേ. എന്താടാ മൂപ്പിന്നെ, മര്യാദക്ക് സംസാരത്തിൽ തന്റെ കുറ്റി ഞാൻ അടിച്ചതാണ്. തലയ്ക്ക് സുഖം ആസ്പത്രി പട്ടി. അല്ലെങ്കിൽ ഇങ്ങനെ കൊച്ചിലെ അമ്മാവന് ഊളന്മാരെ ഭയങ്കര പേടിയാ. ഞാൻ കൊച്ചായിരുന്നപ്പോ നീയാണല്ലോ എന്നെ എളിയിലിരുത്തി കൊണ്ട് നടന്നിരുന്നത്. കേട്ടാ? അമ്മാവനും അനന്തരവനും തമ്മിൽ എന്താണ് എപ്പോഴും ഒരു അത് കുരങ്ങന്റെ ഒരു ജന്മം. എത്ര നാളിന് ശേഷാ ഇവിടെ ഈ ആളും അനക്കൊക്കെ. മുമ്പൊക്കെ വലിയ മുതലാളി ചിലപ്പോ കുഞ്ഞുമോൻ ഇപ്പൊ വന്നതുപോലെ കൂട്ടുകാരും ഒത്ത് കാറിലും ജീപ്പിലും ഒക്കെ ആയിട്ട് വരും. പിന്നെ 4-5 ദിവസത്തേക്ക് പൂരം തന്നെ. പാട്ടും നൃത്തവും ഫോട്ടോ എടുപ്പും ഒന്നും പറയണ്ട. അത് അങ്ങനെ ഒരു കാലം. അറിയാം. അതല്ലേ ഞാനും അതുപോലെയൊക്കെ വരാന്ന് വെച്ചത്. അന്നാ പിന്നെ അമ്മയെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? അമ്മ അവിടെ ഒറ്റയ്ക്ക് കൊണ്ടുവരാമായിരുന്നു.
കുഞ്ഞുമോനില്ലെങ്കിൽ അമ്മ ശരിക്കും ആഹാരം കഴിക്കില്ല. സമയത്ത് കുളിയില്ല, ചിരിയില്ല. കുഞ്ഞുമോൻ കൂടെയില്ലെങ്കിൽ അമ്മയ്ക്ക് ആകെ ഒരു മൂടൗട്ട് മാതിരിയാ. അത് പിന്നെ പറയണോ? ഒറ്റ മോനല്ലേ. അപ്പോഴേ നമ്മുടെ പണി എന്താന്ന് പറഞ്ഞ പണി എന്ന് പറഞ്ഞാ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, സഹായിക്കുക. സഹായം എന്ന് പറഞ്ഞ അല്ല അത് ഇപ്പൊ ഈ അങ്ങനെ അതെന്താ ഈ? ഇങ്ങനെ അല്ല എന്ന് വെച്ചാൽ എല്ലാ വിധത്തിലുമുള്ള ഒരു അത് തന്നെ. എന്താണ് ഈ ഒരു 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 പരോപകാരം. ഇപ്പോ സാറന്മാര് ടൗണിൽ നിന്ന് വന്നവരാണല്ലോ. ഇങ്ങനെ ടൗണിൽ നിന്ന് വരുന്ന സാറന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യം വന്നാൽ. ആവശ്യമോ? എന്താവശ്യം? ചെറുപ്പക്കാരാവുമ്പോ പലതരത്തിലുള്ള ആവശ്യങ്ങളും കാണുമല്ലോ. ഓ, അപ്പൊ അത് പിള്ള വിചാരിച്ച ആ മാതിരിയുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റല്ലേ? പിന്നെ ആഹാ, അപ്പൊ ആള് മറ്റതാണല്ലേ? അതെ. കുറുകുഴൽ പാട്ടിന്നെവിടെ കുയിലമ്മേ കുയിലമ്മേ നിന്റെ കുറുകുഴൽ പാട്ടിന്നെവിടെ മയിലമ്മേ മയിലമ്മേ നിന്റെ മഴവിൽ കാവടി എവിടെ കുയിലമ്മേ കുയിലമ്മേ നിന്റെ കുറുകുഴൽ പാട്ടിന്നെവിടെ മയിലമ്മേ മയിലമ്മേ നിന്റെ മഴവിൽ കാവടി എവിടെ. ഗാനഭൂഷണം പാസ്സായിട്ടുണ്ടോ? പാസ്സായി കാണില്ല, കോഴ്സ് കംപ്ലീറ്റഡ്. ഞാൻ ദാസപ്പൻ. ഞാൻ ഇവൻ ചുപ്രു. കുട്ടിയുടെ പേര് കോകിലം എന്നായിരിക്കും അല്ലേ? അല്ല ഈ ഗാനകോകിലം എന്നൊക്കെ പറയാനുള്ളത് പോലെ. ഞാൻ പറയാൻ പേര് രമണി. ശരിയല്ലേ? നന്നായിരുന്നു പാട്ട് കേട്ടോ. നല്ല സ്വരം, നല്ല വരികൾ. കയ്യിൽ തന്നെ ഇരിക്കട്ടെ സർട്ടിഫിക്കറ്റ്. അയ്യോ കൊച്ച, അങ്ങനെയൊന്നും പറയല്ലേ, വലിയ ഓഫീസറാ. ആണോ? ഞാൻ വിചാരിച്ച എസ്റ്റേറ്റിലെ റബ്ബറിന്റെ കറയെടുക്കാൻ വന്നതാണെന്ന്. അങ്ങോട്ട് മാറി നിൽക്കണം. വെറുത്തരാണല്ലേ? ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളവരാ. അതേ ഷൈൻ ചെയ്യല്ലേ? വാ പോ. പാലൊക്കെ വറ്റി മുതലാളി. ഇനി വെട്ടി വല്ല തീപ്പെട്ടി കമ്പനിയും കൊടുക്ക. പറയുന്നത് നീ അങ്ങ് കേട്ടാ മതി. വെട്ടണോ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിന്റെ മുറപ്പെണ്ണങ്ങ് പെണ്ണായല്ലോ. നീ ഇതൊന്നും കാണുന്നില്ലേ? കാണുന്നുണ്ട്. ശരിയാക്കണം. ശരിയാക്കി കഴിഞ്ഞേ നീ എന്നെ അങ്ങ് മറന്നു കളയരുത്. ഇതെന്ത് വർത്തമാനോ മുതലാളി? ഞാനൊരു ദൈവവിശ്വാസിയല്ലേ. ഗണപതിക്ക് കുറിക്കാതെ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ?